Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Technofactory with me Sumodh and welcome to Thattikoottu Setup episode number 14. So Thattikoottu Setup എന്ന് പറയുന്നത് നിങ്ങളുടെ ഗെയിമിംഗ് റിഗ്സും നിങ്ങളുടെ PC സെറ്റപ്സും ഷോക്കേസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. സോ എന്തായാലും എപ്പിസോഡ് നമ്പർ 14 ആണ്. ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ എപ്പിസോഡിലോട്ട് കിടക്കാം. ആൻഡ് ഓൾസോ നമ്മുടെ ഫൈനൽ ലാസ്റ്റ് എൻട്രി കാണാൻ മറക്കല്ലേ. ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്ലീൻ കേബിൾ മാനേജ്മെന്റ് സെറ്റപ്പ് ആണ്. ഫസ്റ്റ് എൻട്രി വന്നേക്കുന്നത് ഫ്രം ട്രിവാൻഡ്രം ആണ്. അയച്ചേക്കുന്നത് നിതിനാണ്. നിതിൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ചിമ്പു ദ ഗെയിമർ എന്നാണ് ചാനലിന്റെ പേര്. ഇതാണ് നിതിന്റെ ചാനൽ. ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക്സ് ഉണ്ടാകും, ജസ്റ്റ് കയറി നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സോ ചാനലിലെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഈ PC മെയിൻലി യൂസ് ചെയ്യുന്നത്. സോ ഒരു ബേസിക് എൻട്രി ലെവൽ റൈസൻ APU ബേസ്ഡ് സിസ്റ്റം ആണ്. സ്പെക്സ് നോക്കുവാണെങ്കിൽ റൈസൻ 3 3200G ക്രൂഷ്യലിന്റെ 2 റാംസ് ആണ് യൂസ് ചെയ്യുന്നത്. 4GB വെച്ച് 8GB ടോട്ടൽ. മദർബോർഡ് A320MH മോഡൽ. സീഗേറ്റിന്റെ 1TB ഹാർഡ് ഡിസ്ക് ഉണ്ട്. ആന്റിസ്പോർട്സിന്റെ BP 450 വാട്ട്സിന്റെ പവർ സപ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്. ക്യാബിനറ്റ് ആന്റെക് NX200. സോ ജസ്റ്റ് ബേസിക് ഒരു PC ആണ്. ആക്ച്വലി PC സൈഡ് ഓർ ഇൻസൈഡ് വ്യൂസ് ഫോട്ടോസ് നമുക്ക് അവൈലബിൾ അല്ല, അയച്ചിട്ടില്ല. സോ ഔട്ട്സൈഡ് വ്യൂ NX200 മാത്രമേ നമുക്ക് ഇവിടെ കാണുന്നുള്ളൂ. NX200 എന്ന് പറയുന്നത് ആന്റെക്കിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബജറ്റ് റേഞ്ച് മോഡൽ ക്യാബിനറ്റ് ആണ്. മോണിറ്റർ യൂസ് ചെയ്യുന്നത് ഡെല്ലിന്റെ 19-inch മോണിറ്റർ ആണ്. ഫിംഗേഴ്സിന്റെ കീബോർഡ്, മൗസ് എന്റർ എന്ന ബ്രാൻഡാണ്. പഴയ മൗസ് ആണെന്നാണ് പറയുന്നത്. സെബ്രോണിക്സിന്റെ ആണ് സ്പീക്കേഴ്സ് ആൻഡ് ന്യൂമറിക് ബ്രാൻഡിന്റെ 600 VA UPS യൂസ് ചെയ്യുന്നുണ്ട്. കേസിന്റെ അകത്തെ ഫോട്ടോസ് ആക്ച്വലി അയക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. സോ ഓവറോൾ PC നേരത്തെ പറഞ്ഞ പോലെ ഒരു ബേസിക് PC ആണ്. കേബിൾ മാനേജ്മെന്റ് നോക്കുവാണെങ്കിൽ ഔട്ട്സൈഡ് ആൻഡ് ഓൺ ദ ടേബിൾ നോക്കുവാണെങ്കിൽ ഓക്കെ ആണ്. ഐ തിങ്ക് ഇതിന്റെ ഷൂട്ടിംഗ് സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. സെബ്രോണിക്സിന്റെ വെബ് ക്യാം ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കബൂം ബ്രാൻഡിന്റെ 3100 മോഡൽ ട്രൈപോഡ് ആണ് ഈ കാണുന്നത്. സോ ഓവറോൾ ചെറിയൊരു PC ആൻഡ് ഷൂട്ടിംഗ് സെറ്റപ്പ് ആണ് ഈ കാണുന്നത്. അകത്തെ ഫോട്ടോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അകത്തെ കേബിൾ മാനേജ്മെന്റ് ഒന്നും എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓൺ ദ ടോപ്പ് പുറത്തെ സംഭവങ്ങൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം എല്ലാം ഓക്കെ ആണ്. ആൻഡ് ഇതിൽ അപ്ഗ്രേഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ റാം മേ ബി അപ്ഗ്രേഡ് ചെയ്യാമായിരിക്കും. 8GB എന്ന് പറയുന്നത് ഒരു APU ബേസ്ഡ് സിസ്റ്റം ആകുമ്പോൾ ഐ തിങ്ക് 2GB അത് ഗ്രാഫിക്സിന് തന്നെ എടുക്കുന്നതായിരിക്കും. സോ ഒരു 16GB ഇടുന്നതായിരിക്കും പ്രിഫറബിളി നല്ലത്. പക്ഷെ മദർബോർഡിന്റെ സപ്പോർട്ടും കൂടി നോക്കണം. ഐ തിങ്ക് ഈ മോഡലിൽ 2 സ്ലോട്ട്സേ ഉള്ളെന്ന് തോന്നുന്നു, റാം സ്ലോട്ട്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള റാംസ് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്ത് 2 പുതിയ 8GB ഇടണം. ആൻഡ് ഓൾസോ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസിന് ഗ്രാഫിക്സ് കാർഡും കൂടെ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് കുറച്ച് നല്ലതായിരിക്കും. ഗ്രാഫിക്സ് കാർഡ് റെക്കമെൻഡ് ചെയ്യുന്നത് 1650 സൂപ്പർ ആണ്, അല്ലെങ്കിൽ യൂസ്ഡ് RX 570 ഒക്കെ നോക്കാം. ആൻഡ് ഓൾസോ SSDയുടെ കാര്യം ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. ഇൻ കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ SSD ഒരെണ്ണം ആഡ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. SSD ഉണ്ടെങ്കിൽ വിൻഡോസ് ബൂട്ടിങ്ങും പ്രോഗ്രാംസിന്റെ ലോഡിംഗ് ടൈം ഒക്കെ കുറയുന്നതായിരിക്കും. സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റപ്പ്. ഓവറോൾ ഒരു ഗുഡ് ബജറ്റ് ബേസ്ഡ് ബിൽഡ് ആണ്. എന്തായാലും താങ്ക് യു നിതിൻ ഫോർ ദി എൻട്രി. ആൻഡ് കമ്മിങ് ടു ദ സെക്കൻഡ് സെറ്റപ്പ്, നെക്സ്റ്റ് സെറ്റപ്പ് നമുക്ക് അയച്ചേക്കുന്നത് അലൻ അലക്സ് ആണ് ഫ്രം അടൂർ. സോ അലൻ ഈ PC യൂസ് ചെയ്യുന്നത് മെയിൻലി കണ്ടന്റ് ക്രിയേഷൻ, ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗിന് വേണ്ടിയാണ്. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, techie.com എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. ഇതാണ് അലന്റെ യൂട്യൂബ് ചാനൽ. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് ഉണ്ടാകും, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്പെക്സ് നോക്കുവാണെങ്കിൽ റൈസൻ 5 3600X പ്രോസസർ, Gigabyte B450 DS3H Wi-Fi മദർബോർഡ്, ADATയുടെ 16GB ഡ്യുവൽ കോൺഫിഗറേഷൻ, 3200 MHz റാം, Gigabyte RTX 2060 OC എഡിഷൻ ഗ്രാഫിക്സ് കാർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ആന്റെക്കിന്റെ NE650M പവർ സപ്ലൈ, വെസ്റ്റേൺ ഡിജിറ്റൽ 240GB SSD, 1TB ബാരക്കൂഡ സീഗേറ്റ് ഹാർഡ് ഡിസ്ക്, കൂളർ മാസ്റ്റർ ML240R RGB ലിക്വിഡ് കൂളർ ആണ് CPU കൂൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ക്യാബിനറ്റ് ഡീപ് കൂൾ മെട്രിക്സ് 55 ആണ്. സോ ഈ PC അലൻ പറയുന്നത് ബിറ്റ്കാർട്ട് ത്രൂ ആണ് ഓർഡർ ചെയ്തത്. ഞാൻ ലോങ് ബാക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൽഹി ബേസ്ഡ് ഒരു ഓൺലൈൻ PC ബിൽഡിംഗ് സ്റ്റോർ ആണ് ബിറ്റ്കാർട്ട് എന്ന് പറയുന്നത്. സോ അവർ PC ബിൽഡ് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ത്രൂ ഔട്ട് ഇന്ത്യ ഡെലിവർ ചെയ്യുന്നതായിരിക്കും. സോ ഫ്രം ഡൽഹി ആണ് പുള്ളി ഇത് ഓർഡർ ചെയ്തേക്കുന്നത് ത്രൂ ബിറ്റ്കാർട്ട്. അപ്പോൾ എന്തായാലും ഈ ബിൽഡ് കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ബിറ്റ്കാർട്ടിന്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, കേബിൾ മാനേജ്മെന്റ് പക്കയാണ്, ആൻഡ് നാട്ടിലേക്കുള്ള സർവീസും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ആ വീഡിയോ ഇൻ കേസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ മേളിൽ പിൻ ചെയ്തേക്കാം, ജസ്റ്റ് കണ്ടു നോക്കൂ. സോ ബാക്കി പെരിഫറൽസ് നോക്കുവാണെങ്കിൽ സെബ്രോണിക്സ് ബ്രാൻഡിന്റെ ട്രാൻസ്ഫോമർ കോംബോ ആണ് യൂസ് ചെയ്യുന്നത്. കീബോർഡ് ആൻഡ് മൗസ്, കോസ്മിക് ബൈറ്റ് GS410 ഹെഡ്സെറ്റ്, ഓഫ് ബീറ്റ് ബ്രാൻഡിന്റെ ഒരു ലാർജ് എക്സ്റ്റെൻഡഡ് RGB മൗസ് മാറ്റ്, സെബ്രോണിക്സിന് തന്നെ സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നത് വാരിയർ മോഡൽ. ആൻഡ് മോണിറ്റർ ഫൈനലി യൂസ് ചെയ്യുന്നത് ഏസറിന്റെ 19-inch മോണിറ്റർ ആണ്. പഴയ HP-യുടെ 22ES എന്തോ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പം ഏസറിന്റെ 19-inch മോണിറ്റർ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഐ മീൻ വെയിറ്റ് Ryzen 5 3600X RTX 2060 GPU, 16GB RAM,
ആൻഡ് മോണിറ്റർ യൂസ് ചെയ്യുന്നത് 19 ഇഞ്ചിൻ്റെ. ഐ ഫീൽ ഇത്രയും നല്ല സിസ്റ്റം ഉണ്ടായിട്ട് അതിൻ്റെ കറക്റ്റ് യൂസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഇത്രയും നല്ല അബവ് മിഡ് റേഞ്ചിൽ വരുന്ന PC കോൺഫിഗറേഷൻ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ PCയെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ആദ്യം ഞാൻ പറയുന്നത് 24 or 27 ഇഞ്ചിൻ്റെ നല്ലൊരു മോണിറ്ററിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നാണ്. പ്രിഫറബിളി 144 ഹെർട്സിൻ്റെ ഒരു നല്ല മോണിറ്ററിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും നല്ല സിസ്റ്റത്തിനെ യു ആർ വേസ്റ്റിംഗ് ഇറ്റ് ആക്ച്വലി. നെക്സ്റ്റ് PCയെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ്. കോൺഫിഗറേഷൻ അടിപൊളിയാണ്. ഒരു അബവ് മിഡ് റേഞ്ച് കാറ്റഗറി ഗെയിമിങ്ങിന് വേണ്ടിയും എഡിറ്റിംഗിന് വേണ്ടിയും യൂസ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് കോൺഫിഗറേഷൻ ആണ്. കേബിൾ മാനേജ്മെന്റ് ഔട്ട്സൈഡ് ഓക്കെ ആണ്. PCയുടെ കേബിൾ മാനേജ്മെന്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ബിറ്റ്കാർട്ട് ആണ് ചെയ്തത്. ബിറ്റ്കാർട്ടിന്റെ ഞാനത് അവരുടെ വെബ്സൈറ്റിലും വീഡിയോസിലും റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടതാണ്. അവരുടെ കേബിൾ മാനേജ്മെന്റ് ടോപ്പ് ക്വാളിറ്റി ആണ്. സോ ഓവറോൾ സെറ്റപ്പ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ടേബിൾ, വൈറ്റ് വാൾ, അതിൽ എന്തോ ബ്ലാക്ക് കളർ പാറ്റേൺസ് ഒക്കെ ഉണ്ട്. സോ ഓവറോൾ കൊള്ളാം. കൈൻഡ് ഓഫ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ബാക്കി പെരിഫറൽ സൈഡ് നോക്കുവാണെങ്കിൽ ബജറ്റ് ബ്രാൻഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സെബ്രോണിക്സും കോസ്മിക് ബൈറ്റ് ഒക്കെ. ആൻഡ് മോർ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് PC കോൺഫിഗറേഷനിലാണ്. പക്ഷെ എന്നാലും ആ മോണിറ്റർ 19 ഇഞ്ചിന്റെ വേണ്ടായിരുന്നു. അതിവിടെ ഇത്രയും ഹോൾ സെറ്റപ്പിൽ ഇത്രയും നല്ല പവർഫുൾ സിസ്റ്റത്തിന്റെ സൈഡിൽ ഒരു 19 ഇഞ്ച് മോണിറ്റർ കാണുമ്പം എന്തോ പോലുണ്ട്. ജോക്സ് അപ്പാർട്ട് സീരിയസ്ലി പറയുവാണെങ്കിൽ മോണിറ്റർ എന്തായാലും ചേഞ്ച് ചെയ്യണം. ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഞാൻ 1-2 മോണിറ്റേഴ്സിന്റെ ലിങ്ക്സ് കിട്ടുവാണെങ്കിൽ ഇട്ടേക്കാം. ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കൂ. ഇൻ കേസ് ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് നോക്കാവുന്നതാണ്. സോ അതായിരുന്നു അലൻ അലക്സിന്റെ ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് സെറ്റപ്പ്. താങ്ക് യു ഫോർ സെൻഡിങ് ദി എൻട്രി. ആൻഡ് നമ്മുടെ തേർഡ് എൻട്രി ഈസ് ഓൾസോ ഫ്രം പത്തനംതിട്ട. അയച്ചേക്കുന്നത് അഭിരാം ആണ്. സോ മോസ്റ്റ്ലി PC ഗെയിമിങ്ങിനും എഡിറ്റിംഗിനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അഭിരാമിന് 2 യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഫസ്റ്റ് ചാനലിന്റെ പേരാണ് മലയാളി ബ്രോ ആൻഡ് സെക്കൻഡ് ചാനലിന്റെ പേരാണ് ഗാഡ്ജറ്റ് ബോസ് ടെക് എന്നാണ്. ഇതാണ് യൂട്യൂബ് ചാനലിന്റെ പേരുകൾ. സോ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക്സ് ഉണ്ടാകുന്നതായിരിക്കും. ചെക്ക് ചെയ്യാൻ നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ ഇയർ ബിൽഡ് ചെയ്തൊരു PC ആണ്. 65,000 rupees ആണ് ടോട്ടൽ ഇൻക്ലൂഡിംഗ് മോണിറ്റർ പ്രൈസ് പറയുന്നത്. നെക്സ്റ്റ് ജെൻ റിഗ്സിൽ നിന്നാണ് ബിൽഡ് ചെയ്തത്. സ്പെക്സ് നോക്കുവാണെങ്കിൽ ഇന്റൽ i5 10400 ആണ് പ്രോസസർ. റാം കോസൈർ വെഞ്ചൻസിന്റെ 8GB 3200 MHz. 3200 ആവശ്യമില്ലായിരുന്നു, 3000 മതിയായിരുന്നു. ഓക്കെ. ഗ്രാഫിക്സ് കാർഡ് സോട്ടാക്കിന്റെ 1650 സൂപ്പർ ആണ്. Gigabyte B460 DS3H AC Wi-Fi motherboard. Crucial BX 500 120GB SSD. WD 1TB ഹാർഡ് ഡിസ്ക്. പവർ സപ്ലൈ ഗിഗബൈറ്റിന്റെ 450 വാട്ട്സിന്റെ ആണ്. 80+ ബ്രോൺസ്. ക്യാബിനറ്റ് ഗെയിം ഡിയ സ്റ്റാലോസ് M1 ലൈറ്റ്. സോ ഓവറോൾ PC കോൺഫിഗറേഷൻ ഈസ് ഓക്കെ. നമുക്ക് ഫോട്ടോസ് ആക്ച്വലി ലിമിറ്റഡ് ആണ്. കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുള്ളൂ. ചിലതൊന്നും ക്ലിയർ അല്ല ആക്ച്വലി. സോ സെറ്റപ്പിലെ മോണിറ്റർ ഈ കാണുന്നത് AOC ബ്രാൻഡിന്റെ ആണ്. C24V1H മോഡൽ. കീബോർഡ് ആൻഡ് മൗസ് മൈക്രോസോഫ്റ്റിന്റെ ബേസിക് കീബോർഡ് മൗസ് കോംബോ. ആൻഡ് ഹെഡ്ഫോൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സാംസങ്ങിന്റെ ഇയർഫോൺസ് ആണ്. അതുകൂടാതെ ഒരു ലാപ്ടോപ്പും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പഴയ ലാപ്ടോപ്പ് ആണ്. ലാപ്ടോപ്പിന്റെ ഫോട്ടോസ് ഒന്നും കണ്ടില്ല ഞാൻ. എന്തായാലും ലാപ്ടോപ്സിന്റെ സ്പെക്സ് ആണ് ഈ കാണുന്നത്. സോ ഓവറോൾ മീഡിയം ബജറ്റിൽ വരുന്ന നല്ലൊരു എഡിറ്റിംഗ് ആൻഡ് ഗെയിമിംഗ് PC ആണ്. സ്പെഷ്യലി ഇപ്പം റൈസന്റെ പ്രോസസേഴ്സ് അവൈലബിൾ അല്ല ആൻഡ് പ്രൈസസ് കൂടുതലാണ്. സോ ഇന്റലിന്റെ 10400F ആൻഡ് GTX 1650 സൂപ്പർ ഓർ 1660 സൂപ്പർ ബേസ്ഡ് PC നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലൊരു പെർഫെക്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കേബിൾ മാനേജ്മെന്റ് ഓവറോൾ ഓക്കെ ആണ്. പുറത്തെ കേബിൾ മാനേജ്മെന്റ് കുറച്ചുകൂടി ബെറ്റർ ആക്കാവുന്നതാണ്. കേബിൾ മാനേജ്മെന്റ് ചെയ്യാൻ ആക്ച്വലി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടേപ്പ് വെച്ചിട്ടാണ് എല്ലാം ചുറ്റി വെച്ചേക്കുന്നത്. സോ ഇത് ആക്ച്വലി ടേപ്പ് വെച്ച് ചുറ്റുവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി വെക്കണം. അല്ലാതെ ഇത് പകുതി വെച്ചിട്ടാണ് നിർത്തി വെച്ചേക്കുന്നത്. സോ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോകും. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്തെങ്കിലും വയർ വെച്ചോ കമ്പി വെച്ചോ ചുറ്റി വെക്കാം. ഓർ സിപ്പ് ടൈ യൂസ് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അതുകൂടാതെ താഴെ ഒരു അനാഥ കേബിൾ ആർക്കും വേണ്ടാതെ കിടപ്പുണ്ട്. ഐ തിങ്ക് ലാപ്ടോപ്പിന്റെ ചാർജിങ് കേബിൾ ആണെന്ന് തോന്നുന്നു താഴെ കിടക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇതിൽ 8GB റാമും കൂടെ അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. 16GB ടോട്ടൽ റാം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് ആയിരിക്കും. എന്തായാലും ഓവറോൾ കിട്ടിയ ഫോട്ടോസ് വെച്ച് നോക്കുമ്പോൾ നൈസ് സെറ്റപ്പ് ആണ്. ആൻഡ് താങ്ക് യു ഫോർ ദി എൻട്രി. നെക്സ്റ്റ് സെറ്റപ്പ് അയച്ചേക്കുന്നത് വിവേക്, അതും ഫ്രം പത്തനംതിട്ടയാണ്. പർപ്പസ് ഗെയിമിംഗ് ആൻഡ് കണ്ടന്റ് ക്രിയേഷൻ ആണ്. ടോട്ടൽ ബജറ്റ് 55,000 rupeesന്റെ PC ആണ് നിങ്ങൾ ഈ കാണുന്നത്. സോ Ryzen 5 3400G പ്രോസസർ, MSI B450 Pro VDH Max, G Skills Ripjaw 8GB റാംസ് ആണ് യൂസ് ചെയ്യുന്നത്. 3200 MHz. Coolmasterന്റെ MW 550 watts പവർ സപ്ലൈ. Antec NX310 കേസ്. Kingston A400 120GB SSD. 2TB ആണ് WD ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നത്. ഫിംഗേഴ്സിന്റെ 1000 VA UPS. സാംസങ്ങിന്റെ ആണ് 22 ഇഞ്ചിന്റെ മോണിറ്റർ യൂസ് ചെയ്യുന്നത്. ലോജിടെക് MK275 വയർലെസ് കീബോർഡ്. സെബ്രോണിക്സിന്റെ 4.1 ചാനൽ BT4400 സ്പീക്കേഴ്സ്. സോ ഓവറോൾ നല്ലൊരു മിഡ് റേഞ്ച് APU സെറ്റപ്പ് ആണ്. ഐ തിങ്ക് 55,000 കംപ്ലീറ്റ് ഇൻക്ലൂഡിംഗ് മോണിറ്റർ പ്രൈസ് ആണെന്ന് തോന്നുന്നു 55,000 പറഞ്ഞേക്കുന്നത്. സോ ഫ്യൂച്ചർ അപ്ഗ്രേഡ്സിന് നല്ല സ്കോപ്പ് ഉണ്ട്. കാരണം 550 വാട്ട്സിന്റെ പവർ സപ്ലൈ ആണ്. 1000 VA UPS യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫ്യൂച്ചറിൽ ഒരു 8GB റാം ആൻഡ് 1660 സൂപ്പർ ഓർ RTX 2060 ഗ്രാഫിക്സ് കാർഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു APU CPU-ലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. എനിവേസ് പുള്ളി തന്നെ അപ്ഗ്രേഡ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 8GB റാമും 1650 എടുക്കാനാണ് പ്ലാൻ എന്നാണ് പറയുന്നത്. സോ ഐ തിങ്ക് 1650 എടുക്കുന്നതിലും ബഡ്ജറ്റ് കുറവാണെങ്കിൽ 1650 സൂപ്പർ എങ്കിലും മിനിമം എടുക്കണമെന്നാണ്. സോ ഓവറോൾ ഒരു സിമ്പിൾ സെറ്റപ്പ് ആണ് വിവേകിന്റെ. അത് സിമ്പിൾ ആയിട്ടും നീറ്റ് ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആ സ്പീക്കേഴ്സിന്റെ കാര്യം ഇൻ കേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പ്രോപ്പർലി മൗണ്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് വെറുതെ താഴെ ഇങ്ങനെ വെക്കുന്നതിലും നല്ലതാണ്. അത് വാൾ മൗണ്ട് ചെയ്ത് വെക്കുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. സോ ദാറ്റ് വാസ് വിവേക്സ് എൻട്രി. നമ്മുടെ 4th എൻട്രി ആണ് ഇന്നത്തെ എപ്പിസോഡിലെ.
നെക്സ്റ്റ് എൻട്രി നമുക്ക് അയച്ചേക്കുന്നത് നന്ദകൃഷ്ണനാണ് ഫ്രം ട്രിവാൻഡ്രം. സോ ലൈറ്റ് ഗെയിമിംഗും വീഡിയോ എഡിറ്റിംഗിന് വേണ്ടിയാണ് ഈ PC യൂസ് ചെയ്യുന്നത്. സെറ്റപ്പിലെ സ്പെക്സ് നോക്കുവാണെങ്കിൽ Intel i5 9400F പ്രോസസർ വിൽ ബി അപ്ഗ്രേഡിംഗ് ടു Ryzen 7 ഓർ Ryzen 9 എന്നാണ് പറയുന്നത്. Gigabyte B365M ഗെയിമിംഗ് HD മദർബോർഡ്, 8GB 3000 MHz റാം, Zotac GT710 ഓവർക്ലോക്ക്ഡ് GT710 3000 സീരീസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറയുന്നു. 1660 സൂപ്പർ ഉണ്ടായിരുന്നു, പക്ഷേ അത് സെയിൽ ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഗിഗബൈറ്റിന്റെ 240GB SSD, WD 500GB ഹാർഡ് ഡിസ്ക്, Seagate 1TB ഹാർഡ് ഡിസ്കും യൂസ് ചെയ്യുന്നുണ്ട്. പവർ സപ്ലൈ കൂളമാസ്റ്റർ MW550 ആണ്. കൂളമാസ്റ്ററിന്റെ തന്നെയാണ് കേസും യൂസ് ചെയ്യുന്നത്. കൂളമാസ്റ്റർ K501L മോഡൽ, 22 ഇഞ്ചിന്റെ ഡെൽ മോണിറ്റർ, ഐബോളിന്റെ വെബ്കാം, റെഡ് ഗിയർ പ്രിസ്മാറ്റിക് MPR 350 RGB മൗസ് പാഡ്. മൗസ് യൂസ് ചെയ്യുന്ന ലോജിടെക്കിന്റെയാണ് G502 മോഡൽ, ഡെല്ലിന്റെ KB216 മൾട്ടിമീഡിയ കീബോർഡ്. ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്ന ഗെയിം ഡിയാസിന്റെ ഹീബി M1 മോഡലാണ്. സോ അതാണ് പുള്ളിക്കാരന്റെ ടോട്ടൽ കോൺഫിഗറേഷൻ. എല്ലാത്തിന്റെ സൈഡിൽ അപ്ഗ്രേഡിംഗ് എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. പ്രോസസർ ഇപ്പോൾ യൂസ് ചെയ്യുന്ന Intel ആണ്. Ryzen 7 Ryzen 9 എടുക്കുമെന്ന് പറയുന്നു. ഗ്രാഫിക്സ് കാർഡ് ഇപ്പോൾ ഉള്ളത് GT710 ആണ്. 3000 സീരീസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറയുന്നു. ലിക്വിഡ് കൂളറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറയുന്നു. റാമും എക്സ്ട്രാ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറയുന്നു. എല്ലാത്തിന്റെയും സൈഡിൽ ആക്ച്വലി അപ്ഗ്രേഡിംഗ് എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ബട്ട് ഓവറോൾ ഇപ്പോഴത്തെ ഈ ഒരു സിസ്റ്റം, ഈ ഒരു കോൺഫിഗറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ ഗ്രാഫിക്സ് കാർഡ് ആക്ച്വലി അണ്ടർ പവർഡ് ആണ്. അത്ര ഒരു വർത്ത് ഇല്ലാത്ത, അല്ലെങ്കിൽ അത്ര ഒരു പെർഫോമൻസ് ഇല്ലാത്ത ഒരു ഗ്രാഫിക്സ് കാർഡാണ്. പണ്ടൊക്കെ ലോങ് ബാക്ക് നോക്കുവാണെങ്കിൽ ഓക്കെ ആയിരുന്നു. പണ്ടത്തെ ഗ്രാഫിക്സും പഴയ ഗെയിംസും വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ GT710 ഒക്കെ പുതിയത് വാങ്ങുന്നത് തന്നെ വേസ്റ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. സോ ഈ ബിൽഡിൽ 9400F നല്ല പ്രോസസറാണ്. ഈവൻ ദോ 9th ജനറേഷൻ ആണെങ്കിലും ഇപ്പോഴത്തെ റൈസന്റെ പ്രൈസസ് ഒക്കെ കൂടിയതുകൊണ്ട് 9400Fഉം 9100Fഉം നല്ല ബെസ്റ്റ് വാല്യൂ ഫോർ മണിയാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ. PC കേബിൾ മാനേജ്മെന്റ് എന്തായാലും ബെറ്റർ ആക്കാം. ഔട്ട്സൈഡ് ദ കേസ് നോക്കുവാണെങ്കിൽ കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ കൂടുതൽ ടേപ്പ് യൂസ് ചെയ്ത് അത് കുളവാക്കി വെച്ചിട്ടുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. കീബോർഡും മൗസിന്റെ കേബിൾസ് ടേബിളിന്റെ മേളിലോ ക്ലോത്ത് ഇട്ടിട്ട് അത് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇൻ കേസ് ഇങ്ങനത്തെ ക്ലോത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല സ്റ്റിഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന ക്ലോത്ത് ആയിരിക്കും. ലൂസ് ആയിട്ടുള്ള ക്ലോത്ത് ആണെങ്കിൽ കുറച്ചൊക്കെ അതിങ്ങനെ പൊങ്ങി നിൽക്കും. സോ താഴെ നിന്നുള്ള എയർ ഫ്ലോ അത് റെസ്ട്രിക്ട് ചെയ്യും. സോ ബെറ്റർ PC യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാബിനറ്റിന്റെ താഴെ ക്ലോത്ത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സ്റ്റിഫായിട്ട്, നല്ല കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന കുറച്ച് കട്ടിയുള്ള തുണി ഇടുന്നതായിരിക്കും നല്ലത്. അതേപോലെ സെറ്റപ്പിന്റെ ബാക്കിലെ ഈ ക്ലോത്തും എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല എന്തുകൊണ്ട് ഇങ്ങനെയാണോ വീട്ടിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് വീഡിയോക്ക് വേണ്ടി അല്ലെങ്കിൽ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതാണോ എന്ന് അറിയത്തില്ല. ബട്ട് നോർമൽ വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ടേപ്പും കാര്യങ്ങളും ഒട്ടിച്ച് വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻ കേസ് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വല്ലതും യൂസ് ചെയ്യാനാണെങ്കിൽ ഓക്കെ. ഹെഡ്ഫോൺ ഹാങ്കർ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചീപ്പ് ആൻഡ് അഫോർഡബിൾ ടൈപ്പ് ഓഫ് DIY സെറ്റപ്പ് ആണ്. ഓവറോൾ എന്തായാലും നല്ല സെറ്റപ്പ് ആണ്. കുറച്ചൊക്കെ ഇംപ്രൂവ് ചെയ്യാം. എന്തായാലും ഗ്രാഫിക്സ് കാർഡ് മാത്രമാണ് ചെറിയൊരു മിസ്മാച്ച് ആയിട്ട് തോന്നുന്നത്. അത് നിങ്ങൾ തന്നെ പറയുന്നു. അപ്ഗ്രേഡ് ചെയ്യുന്നു, 3000 സീരീസ് ഒക്കെ എടുക്കാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. സോ അപ്ഗ്രേഡ്സ് എന്തായാലും ഞാൻ പറയുന്നില്ല. സോ അതായിരുന്നു നന്ദകൃഷ്ണന്റെ ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് സെറ്റപ്പ് ഫ്രം തൊഴുവങ്കോട്. ആൻഡ് ഫൈനലി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് സെറ്റപ്പ് കമ്മിങ് ഫ്രം ചെന്നൈ അയച്ചേക്കുന്നത് ബാലയാണ്. സോ ലൈറ്റ് ഗെയിമിങ്ങിനും എഡിറ്റിംഗിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു PC സെറ്റപ്പ് ആണിത്. സോ ഇതുവരെ നമ്മുടെ തട്ടിക്കൂട്ട് സെറ്റപ്പിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേബിൾ മാനേജ്മെന്റ് ചെയ്ത ഒരു സെറ്റപ്പ് ആണ്. പലതും വന്നിട്ടുണ്ട്, നിയർലി ഗുഡ് സെറ്റപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേബിൾ മാനേജ്മെന്റ് സെറ്റപ്പ് ഞാൻ എന്തായാലും തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ഇതുവരെ വന്ന എൻട്രീസിൽ കണ്ടിട്ടില്ല. ജസ്റ്റ് ഓൺലി PCയുടെ അകത്തെ കേബിൾ മാനേജ്മെന്റ് അല്ല ഞാൻ പറയുന്നത്, ഓവറോൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് കേബിൾ മാനേജ്മെന്റ് ആണ്. ടേബിളിന്റെ ടോപ്പിലായാലും ടേബിളിന്റെ ബോട്ടം ആയാലും ഓവറോൾ കേബിൾസ് എങ്ങനെയാണോ മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് അതിന്റെ ഓവറോൾ ലുക്കാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി സ്പെക്സും ഈ കാണുന്നത് അത്ര ഹൈഫൈ സ്പെക്സ് ഒന്നും അല്ല. കാണുമ്പോൾ ഭയങ്കര സ്പെക്സ് ആണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ സിമ്പിൾ സെറ്റപ്പ് ആണ്. സിമ്പിൾ, നീറ്റ്, ക്ലീൻ, പെർഫെക്റ്റ്ലി കേബിൾ മാനേജ്മെന്റ് സെറ്റപ്പ് ആണ്. സോ ബാലയുടെ PC സ്പെക്സ് നോക്കുവാണെങ്കിൽ Ryzen 3 3200G APU ബേസ്ഡ് ഒരു PC ആണ്. ആസ്റോക്കിന്റെ B450M HDV മദർബോർഡ്, Closeup എഞ്ചിൻസിന്റെ 2x8GB 16GB കിറ്റ് ആണ്. WD SN550 NVMe 250GB SSD ആണ് യൂസ് ചെയ്യുന്നത്. കൂളമാസ്റ്ററിന്റെ MW550 വാട്ട്സിന്റെ പവർ സപ്ലൈ. കേസ് എയറോകൂൾ ബ്രാൻഡിന്റെ ആണ്. എയറോകൂളിന്റെ സൈലോൺ മോഡൽ. ആക്ച്വലി നമ്മുടെ ഗ്രൂപ്പിൽ, ഏതോ ഒരു ഗ്രൂപ്പിൽ, ഐ തിങ്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആരോ എപ്പോഴോ ചോദിച്ചു നടക്കുമായിരുന്നു, എയറോകൂൾ സൈലോൺ മോഡൽ കേസിൽ കേബിൾ മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമോ, ഒരു മൈക്രോ ATX മദർബോർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേബിൾ മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആരോ ഇത് ചോദിക്കുമായിരുന്നു. സോ നിങ്ങൾക്കുള്ള ആൻസർ ആണ് ഈ കാണുന്നത്. കേബിൾ മാനേജ്മെന്റ് ഏത് കേസ് ആയാലും, ഏത് ടൈപ്പ് ഓഫ്, ഏത് സൈസ് ഓഫ് മദർബോർഡ് ആയാലും നമുക്ക് അത് ചെയ്യേണ്ട ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. സോ ബാക്കി സ്പെക്സ് നോക്കുകയാണെങ്കിൽ HyperX ക്ലൗഡ് സ്റ്റിങ്കർ വയർലെസ് ഹെഡ്സെറ്റ് ആണ്. HyperXന്റെ തന്നെ FPS Pro കീബോർഡ്. ബാക്കി സ്റ്റോറേജിന്റെ കാര്യം ഞാൻ വിട്ടുപോയായിരുന്നു. 1TB നോർമൽ ഹാർഡ് ഡിസ്കും 500GB പഴയ ഹാർഡ് ഡിസ്കും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ക്യാബിനറ്റിൽ ജോൺസ് പ്രോ ബ്രാൻഡിന്റെ സ്റ്റാറ്റിക് റെഡ് കളർ LED ഒരു ഫാനും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ബാല കുറച്ചൊക്കെ അപ്ഗ്രേഡ്സ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹൈ റിഫ്രഷ് റേറ്റ് മോണിറ്റർ ആണ്. ആൻഡ് മേ ബി ഒരു 1650 ഗ്രാഫിക്സ് കാർഡ് വെക്കാനും പ്ലാൻ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ്ലി ഇതിലെ കേബിൾ മാനേജ്മെന്റ് നോക്കുവാണെങ്കിൽ PCയുടെ ബാക്കിൽ നിന്ന് വരുന്ന കേബിൾസ് എല്ലാം തന്നെ ഒരു സിംഗിൾ സ്ലീവിലോട്ടാണ് ഇത് കൺവേർട്ട് ചെയ്ത് വിട്ടേക്കുന്നത്. കേബിൾ സ്ലീവ് യൂസ്
യൂസ് ചെയ്തിട്ട്. ആൻഡ് താഴോട്ട് നോക്കുവാണെങ്കിൽ ടേബിളിന്റെ താഴെ കേബിൾ ചാനൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ PC വരുന്ന കേബിൾസ് എല്ലാം തന്നെ ഈ ചാനലിൽ കൂടെയാണ് റൗട്ട് ചെയ്തിട്ട് എല്ലാം പ്രോപ്പറായിട്ട് റൗട്ട് ചെയ്തിട്ടാണ് പവർ എക്സ്റ്റൻഷനിലോട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ഈവൻ പവർ എക്സ്റ്റൻഷൻ കേബിൾ നോക്കുവാണെങ്കിലും ലൂസായിട്ട് താഴെ ഇടാതെ അത് നല്ലപോലെ പ്രോപ്പറായിട്ട് ടേബിളിന്റെ താഴെ തന്നെ സ്ക്രൂ ചെയ്തോ അല്ലെങ്കിൽ ടേപ്പ് ചെയ്തോ വെച്ചിട്ടുണ്ട്. സോ കംപ്ലീറ്റ് ആയിട്ട് ടേബിളിന്റെ താഴെ കേബിൾ സൈഡ് ആവുന്നതായിരിക്കും. ആൻഡ് ഓൾസോ എക്സ്റ്റൻഷൻ കേബിളിന്റെ വയർ നോക്കുവാണെങ്കിലും അതും കാണാത്ത രീതിയിൽ ടേബിളിന്റെ ലെഗിന്റെ ബാക്കിലോട്ട് കേബിൾ ടൈ വെച്ച് പ്രോപ്പറായിട്ട് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഒരു കേബിളും ആവശ്യമില്ലാതെ പുറത്ത് കാണാത്ത രീതിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്ത് മാനേജ് ചെയ്തേക്കുന്നത്. ഇതുപോലത്തെ ഒരു സംഭവം ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് ഇതുപോലത്തെ വാങ്ങിയിട്ട് കേബിൾ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാവുന്ന ഒരു വീഡിയോ. പക്ഷെ അതൊക്കെ ലോക്ക്ഡൌണും ആമസോണിന്റെ ഷിപ്പിംഗ് റെസ്ട്രിക്ഷൻസും കാരണം ചെയ്യാൻ പറ്റിയില്ല. സോ എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നത് മേ ബി നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. കേബിൾ മാനേജ്മെന്റ് കുറച്ചൊക്കെ എങ്ങനെ ചെയ്യാവുന്ന ജസ്റ്റ് ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വലിയ ഹൈഫൈ സംഭവം ഒന്നും അല്ല കേബിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വലിയ ഇതൊന്നും അല്ല. ജസ്റ്റ് ഈ ഫോട്ടോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു 90% ഐഡിയ കിട്ടും എങ്ങനെയാണ് കേബിൾ മാനേജ്മെന്റ് ചെയ്തേക്കുന്നതിന്. സോ ഈവൻ PC നോക്കുവാണെങ്കിലും അത്ര ക്രേസി ഹൈഫൈ സെറ്റപ്പ് ഒന്നും അല്ല. സിമ്പിൾ ഡീസന്റ് നീറ്റ് ആൻഡ് പെർഫെക്റ്റ്ലി കേബിൾ മാനേജ്മെന്റ് ഒരു സെറ്റപ്പ് ആണ്. കേബിൾ മാനേജ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വാങ്ങണമെന്നൊന്നും ഇല്ല. പക്ഷേ ഇത് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ല. ആമസോണിലൊക്കെ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റംസ് തന്നെയാണ് ഇതെല്ലാം. സോ ഈ സെറ്റപ്പിൽ കേബിൾ മാനേജ്മെന്റിന് വേണ്ടി പുള്ളി എടുത്ത എഫേർട്ട് എന്തായാലും റിയലി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. കേബിൾ മാനേജ്മെന്റ് മാത്രമല്ല ടേബിളിൽ നോക്കുവാണെങ്കിൽ ഒരു മിനിമം അപ്രോച്ച് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അധികം സാധനങ്ങളൊന്നും യൂസ് ചെയ്ത് ടേബിൾ മൊത്തം ക്ലട്ടേർഡ് ആക്കിയിട്ടൊന്നുമില്ല. ആവശ്യമുള്ള ബേസിക് സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ടേബിൾ കുറച്ചുകൂടെ നീറ്റ് ആണ് കാണാൻ. ഈവൻ ദോ PC ഒരു ബേസിക് APU സെറ്റപ്പ് ആണെങ്കിലും പുള്ളി അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ ഇതിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിലെന്തായാലും ഈ കോൺഫിഗറേഷനിൽ 2 ആഡഡ് അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഒന്ന് 16 GB റാം ആണ് പുള്ളി യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ NVMe ബേസ്ഡ് SSD ആണ്. നോർമൽ SSD അല്ല യൂസ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും കാരണം കുറച്ച് ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. നോർമൽ 8 GB റാമും നോർമൽ SSD യൂസ് ചെയ്യുന്നതിലും പെർഫോമൻസ് കുറച്ച് ബെറ്റർ ആയിരിക്കും. 16 GB ഡ്യുവൽ ചാനൽ യൂസ് ചെയ്യുന്നത് ആൻഡ് NVMe SSD യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ആയിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ ഒരു കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിലെ അപ്ഗ്രേഡ്സ് എന്തായാലും പുള്ളി തന്നെ പറഞ്ഞു IPS മോണിറ്റർ നല്ലത് നോക്കുന്നുണ്ട്. ആൻഡ് 1650 സൂപ്പർ മേ ബി ഗ്രാഫിക്സ് കാർഡ് ആവശ്യം വന്നാൽ അപ്ഗ്രേഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും 1-2 മോണിറ്റേഴ്സിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. എപ്പോഴെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാവുന്നതാണ്. ഓവറോൾ സിമ്പിൾ നീറ്റ് വെൽ ഓർഗനൈസ്ഡ് ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് പെർഫെക്റ്റ്ലി കേബിൾ മാനേജ്ഡ് PC സെറ്റപ്പ് ആയിരുന്നു. എന്തായാലും താങ്ക് യു ഫോർ സെൻഡിങ് ദി എൻട്രി ബാല. അതോടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കുക. എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.